ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അവധിക്കാലത്തിന്റെ ആരവമൊഴിഞ്ഞു. ആലസ്യമകന്ന മനസ്സുമായി വീണ്ടും ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് കൊച്ചുകൂട്ടുകാർ. കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയങ്ങളെല്ലാം വർണ്ണപ്പകിട്ടോടെ ഒരുങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഏകനായി പോകുന്ന തനിക്ക് പിന്നാലെ നിയമസഭയിൽ കൂടുതൽ പേരെത്തുമെന്ന് ഒ രാജഗോപാൽ. നിയുക്ത MLA ഒ രാജഗോപാലിന് കോഴിക്കോട്ട് ഉജ്ജ്വല സ്വീകരണം. മധ്യവേനൽ അവധി കഴിഞ്ഞു. വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക്. പ്രവേശനോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളോടുള്ള ശത്രുത സർക്കാർ അവസാനിപ്പിക്കണമെന്ന് KPSA. വാർത്തകൾ വിശദമായി. ഏകനായി പോകുന്ന തനിക്ക് പിന്നാലെ നിയമസഭയിലേക്ക് ഇനിയും പ്രതിനിധികളെത്തുമെന്ന് ഒ രാജഗോപാൽ. നിയുക്ത MLA ഒ രാജഗോപാലിന് BJP ജില്ലാ കമ്മിറ്റിയുടെ ഊഷ്മള സ്വീകരണം കോഴിക്കോട്ട് നൽകി. ആവേശോജ്വലമായ വരവേൽപ്പോടുകൂടിയാണ് നിയുക്ത BJP MLA ഒ രാജഗോപാലിനെ കോഴിക്കോട്ടെ അണികൾ സ്വീകരിച്ചത്. ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും ഇടയിൽ വിവിധ മണ്ഡലങ്ങളിലെ BJP പ്രവർത്തകർ ഹാരാർപ്പണം നടത്തിയാണ് തങ്ങളുടെ സാരഥിയെ സ്റ്റേജിലേക്ക് ആനയിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതു മുതൽ കോഴിക്കോടുമായുള്ള ആത്മബന്ധത്തെ സ്മരിച്ചുകൊണ്ടാണ് നിയുക്ത MLA ഒ രാജഗോപാൽ തന്റെ പ്രസംഗം ആരംഭിച്ചത്. UDF നേതാവ് AK ആന്റണിയും CPMന്റെ പ്രമുഖ നേതാവും BJPയെ അധിക്ഷേപിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നതായും ഇത് ജനങ്ങൾ കാറ്റിൽ പറത്തിയതിന്റെ തെളിവാണ് BJPയുടെ മുന്നേറ്റമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഇരുകൈയും നീട്ടി ഭാരത ജനതാ പാർട്ടിയെ സ്വീകരിച്ച ജനങ്ങൾക്ക് തന്റെ വിജയം സമർപ്പിക്കുന്നു. ഏകനായി പോകുന്ന തനിക്ക് പിന്നാലെ ഇനിയും പ്രതിനിധികൾ എത്തുമെന്നും കൂട്ടായി പ്രവർത്തിച്ചാൽ നിലവിലെ രാഷ്ട്രീയ ചരിത്രത്തിന് പല മാറ്റങ്ങളും സൃഷ്ടിക്കാൻ BJPക്ക് സാധിക്കുമെന്നുമുള്ള പ്രതീക്ഷ പങ്കുവച്ചാണ് അദ്ദേഹം വേദിവിട്ടത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, കാലം മാറി വരുന്നു. നിങ്ങളുടെ ഈ MLA ആയി തിരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന അവസരത്തിൽ നിങ്ങളെല്ലാം അനുഗ്രഹം ഉണ്ടാവണം. പരിമിതികൾ ഏറെയുണ്ട്. 140 പേരുള്ള ഒരു സഭയിൽ ഏകനായിട്ടാണ് പോകുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പിന്നാലെ ധാരാളം ആൾക്കാർ ഇനിയും വരും. അതിനൊന്നും ഏറെക്കാലം ഇനി കാത്തിരിക്കേണ്ടി വരില്ല. അതിന്റെ ഐസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ആ വാതില് തുറന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. കൂട്ടായി പ്രവർത്തിച്ചാൽ അതിവേഗത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കാൻ സാധിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലാണ് നിയുക്ത MLA ഒ രാജഗോപാലിന് സ്വീകരണം ഏർപ്പെടുത്തിയത്. ജില്ലകളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം വ്യാഴാഴ്ചയാണ് നിയുക്ത MLA ഒ രാജഗോപാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ BJP ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ജിജേന്ദ്രൻ, P ബാലസോമൻ, TV ഉണ്ണികൃഷ്ണൻ, C അമർനാഥ്, സംസ്ഥാന ഭാരവാഹികളായ PS ശ്രീധരൻപിള്ള, PK കൃഷ്ണദാസ്, K സുരേന്ദ്രൻ, MP രമേശ്, KP ശ്രീശൻ, ചേറ്റൂർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അറിവിന്റെ അക്ഷരച്ചെപ്പ് തുറക്കാൻ കുരുന്നുകൾ ബുധനാഴ്ച വിദ്യാലയങ്ങളിലേക്ക്. നവാഗതരെ വരവേൽക്കാൻ നഗരത്തിലെ സ്കൂളുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അറിവിന്റെ അക്ഷരച്ചെപ്പ് തുറക്കാൻ കുരുന്നുകൾ ബുധനാഴ്ച വിദ്യാലയങ്ങളിലേക്ക്. ഒത്തിരി കൌതുകവും ഇത്തിരി പേടിയുമായി എത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ നഗരത്തിലെ BMLP സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. കളിക്കൊഞ്ചലും ചിരിയും നിറയുന്ന ആഘോഷദിനമാക്കി പ്രവേശനോത്സവത്തെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അധ്യാപകർ. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ കുട്ടികളുടെ കഥകളിലെ കഥാപാത്രങ്ങളെ വിദ്യാലയത്തിന്റെ ചുമരുകളിൽ കൌതുകമുണർത്തും വിധമാണ് അലങ്കരിച്ച് ഒരുക്കിയിട്ടുള്ളത്. കളിയും ചിരിയും ഇഴചേരുന്ന ആഹ്ലാദ നിമിഷങ്ങളുമായി പ്രവേശനോത്സവം ആകർഷകമാക്കാൻ വേണ്ടിയാണ് ചുമരുകളിൽ ഈ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. പ്രവേശനോത്സവം മനോഹരമാക്കാൻ വേണ്ടി മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യത്തിനുള്ളവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പുതിയ
അന്തരീക്ഷത്തിലുമായിട്ട് ഇഴുകിച്ചേരാനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് മധുരപലഹാര വിതരണം നടത്തും. അതുപോലെ അവരുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ബലൂണുകൾ, തോരണങ്ങൾ അതൊക്കെ തൂക്കാനായിട്ട് പാരന്റ് ടീച്ചർ അസോസിയേഷന്റെയും MPTയുടെയും ആളുകളെത്തും. ക്ലാസ് റൂമുകളൊക്കെ അലങ്കരിക്കും. വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, SSA, ഡയറ്റ്, PTA തുടങ്ങിയവ ചേർന്നാണ് പ്രവേശനോത്സവം നടത്തുന്നത്. വർണ്ണക്കടലാസും ബലൂണുകളും മുത്തുകുടകളുമായിട്ടായിരിക്കും കുരുന്നുകളെ സ്വീകരിക്കുക. സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് നവാഗതരെ വരവേൽക്കും. മധ്യവേനൽ അവധി കഴിഞ്ഞു. ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നത് ജൂൺ 1 തന്നെ. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുരുന്നുകൾക്ക് വേണ്ടി വിദ്യാലയങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ജില്ലാ വാർത്തകൾക്ക് വേണ്ടി നയൻതാര, കോഴിക്കോട്. കേരളത്തിലെ സ്വകാര്യ അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളോടുള്ള ശത്രുതാപരമായ നടപടിയിൽ നിന്നും സർക്കാരും ഉദ്യോഗസ്ഥരും പിന്തിരിയണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 4000-ഓളം വിദ്യാലയങ്ങളും 1 ലക്ഷത്തോളം ജീവനക്കാരുമുള്ള ഈ മേഖലയെ അവഗണിക്കുന്നത് അംഗീകരിക്കില്ലെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കാതെയാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വകാര്യ അൺഎയ്ഡഡ് മേഖലയിൽ വിദ്യാഭ്യാസം തേടുന്നത് എന്നും അധ്യാപക സംഘടനകളുടെയും മറ്റും എതിർപ്പിന്റെ പേരിൽ മാത്രം ഇത്രയും വിപുലമായ മേഖലയെ ശത്രുതയോടെ കാണുന്നത് അംഗീകരിക്കാനാവില്ല എന്നും കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന മുഴുവൻ സ്കൂളുകൾക്കും NOC നൽകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 10 വർഷം പിന്നിട്ട ഡീസൽ വാഹനങ്ങൾ സർവീസ് തുടരരുത് എന്ന ഹരിത ട്രിബ്യൂണൽ വിധി 100 കണക്കിന് വരുന്ന സ്കൂൾ വാഹനങ്ങളുടെ സർവീസിനെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് 15 വർഷമെന്ന കാലയളവ് പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇടപെടണം. CBSE, ICSE പരീക്ഷാ ഫലപ്രഖ്യാപനം വൈകിയ സാഹചര്യത്തിൽ +1 പ്രവേശനത്തിനുള്ള അപേക്ഷ നൽകേണ്ട തീയതി ജൂൺ 10 വരെ ദീർഘിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം. സ്വകാര്യ അൺഎയ്ഡഡ് മേഖലയിൽ സേവനം ചെയ്യുന്ന അധ്യാപക, അനധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ഫീസിന് ആനുപാതികമായ ശമ്പളം അനുവദിക്കാൻ അതാത് മാനേജ്മെന്റുകൾ ശ്രദ്ധിക്കണമെന്നും KPSA കൺവീനർ നിസാർ ഒളവെണ്ണ, KP മുഹമ്മദ് അലി, TK ഗിരീഷ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന സർക്കാരുകൾ അസോസിയേഷന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും സമ്മേളനത്തിൽ ആരോപണമുയർന്നു. 2 ദിനങ്ങളിലായി നടന്നുവന്ന സമ്മേളനത്തിനാണ് സമാപനമായത്. അലൂമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 2ാം ദിനം നടന്ന പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി തൊഴിലാളികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയത്. മാറി മാറി വരുന്ന സർക്കാരുകൾ അസോസിയേഷന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു പോന്നിരുന്നതെന്നും വ്യാപാര സംഘടനാ നേതാവ് അഷ്റഫ് മുത്തേടത്ത് കുറ്റപ്പെടുത്തി. വാടക കുടിയാൻ നിയമം സംരക്ഷിക്കപ്പെടണമെന്നും അവശ്യ നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഇന്നുള്ള ജനസംഖ്യയുടെ പകുതി ആളുകൾ, ഏകദേശം 50% ആളുകൾ വ്യാപാരവും വ്യവസായവുമായിട്ടുള്ള ഇത്തരം മേഖല കൊണ്ടാണ് അന്നം മുട്ടാതെ ഭക്ഷണം കഴിച്ച് 2 നേരം കഞ്ഞി കുടിച്ചു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ദ്രോഹിക്കാതിരിക്കാനെങ്കിലും ഗവൺമെന്റ് തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ വേദിയെ മുൻനിർത്തി പറയാനുള്ളത്. 40 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷനു കീഴിൽ നിരവധി പേരാണ് തൊഴിൽ ചെയ്യുന്നത്. കാലങ്ങളായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളോ മറ്റ് അവകാശങ്ങളോ ഇവർക്കിപ്പോൾ ലഭ്യമാകുന്നില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ വാടക കുടിയാൻ നിയമം നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതും ഫലം കണ്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും നടപടിയായില്ലെങ്കിൽ പ്രക്ഷോഭ സമരങ്ങൾക്കൊരുങ്ങാനാണ് സംഘടനയുടെ തീരുമാനം. അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ ഉടൻ ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ആൽക്ക സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടന്നൂർ, സെക്രട്ടറി മധു കോട്ടത്തുരുത്തി, ട്രഷറർ മുഹമ്മദ് ഇക്ബാൽ, CK വിജയൻ, സജിൽ മുഹമ്മദ്, രഞ്ജിഷ് PK തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. Hello,
ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. Different cultures, one emotion. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ 4 പതിറ്റാണ്ടുകളുടെ നേർക്കാഴ്ചകളുമായി പി മുസ്തഫയുടെ ഫോട്ടോ പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. പുതുതലമുറ അറിയാത്ത ചരിത്രത്തിന്റെ കയ്യൊപ്പുകളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയം കഥ പറയുകയാണ് പി മുസ്തഫയുടെ ക്യാമറയിലൂടെ. പുതുതലമുറ അറിയാത്ത ചരിത്രത്തിന്റെ നേർക്കാഴ്ചയുമായി മലയാള മനോരമ മുൻ ചീഫ് ഫോട്ടോഗ്രാഫർ പി മുസ്തഫയുടെ ഫോട്ടോ പ്രദർശനം ഇന്ത്യൻ രാഷ്ട്രീയം 4 പതിറ്റാണ്ടുകൾ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 10 പ്രധാനമന്ത്രിമാരുടെ മാത്രം അപൂർവതകൾ പ്രത്യേകമായി പ്രദർശനത്തിലൂടെ കണ്ടറിയാം. ചമ്പൽ കൊള്ളക്കാരിയായി നാടിനെ വിറപ്പിച്ച ഫൂലൻ ദേവി ഒടുവിൽ തോക്ക് താഴെ വെച്ച് പാർലമെന്റിന്റെ പടികയറി വരുന്നതും കാണാം. പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ ദേശീയ സമ്മേളനത്തിലെ പ്രസംഗം നീണ്ടപ്പോൾ നീട്ടി കോട്ടുവായിടുന്ന അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആർട്ട് ഗാലറിയുടെ ചുവരിലുണ്ട്. MP സ്ഥാനം രാജിവെച്ച ശേഷം മുൻ പ്രധാനമന്ത്രി VP സിംഗ് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിനിടെ അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരൽ പോലെ അദ്ദേഹം വരച്ച ചിത്രം പറയുന്നത് മറ്റൊരു കഥയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഡൽഹിയിൽ നിന്നും ഭോപ്പാലിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ മയങ്ങുന്ന മുൻ പ്രധാനമന്ത്രി AB വാജ്പേയി 20 വർഷത്തിനു മുമ്പ് താടിയും മീശയും ഇല്ലാതെ ഇരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കായി ഡൽഹി കേരള ഹൌസിൽ നിന്ന് പുലർച്ചെ 5:15 പുറപ്പെടുന്ന മുൻ മുഖ്യമന്ത്രി EK നായനാരും മുൻ മന്ത്രിമാരായ ബേബി ജോണും KR ഗൌരിയമ്മയും ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. പൊട്ടിച്ചിരിക്കുന്ന EMS നമ്പൂതിരിപ്പാട് ഡൽഹി കേരള ഹൌസിൽ K കരുണാകരനുമായി ചർച്ച നടത്തുന്ന പ്രണബ് മുഖർജി. ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അപൂർവതകൾ അനുഭവിച്ചറിയാൻ ഈ ഫോട്ടോ പ്രദർശനം സഹായിക്കുന്നു. പൊതുവെ ഒരു പ്രായമുള്ള ആൾക്കാർ, പക്വത വന്നിട്ടുള്ള ആൾക്കാർ, പൊളിറ്റിക്സിന് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇത് കാണാൻ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പുതിയ തലമുറക്കാർക്ക് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ആൾക്കാരില്ല. കൂടുതൽ ആൾക്കാർ പൊളിറ്റിക്സിലേക്ക് വരുന്നില്ല, ശരിക്കും പഠിക്കുന്നില്ല. ഇപ്പോൾ രാജ്യസഭയിലെ ഒരു ആളെങ്ങനെയാണ് തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ പലർക്കും എനിക്ക് തോന്നില്ല എത്ര ആൾക്കാർ അറിയുന്നുള്ളത്. അത് വായിക്കാത്തതിന്റെ കുറവാണ് ശരിക്കും. മഹാരാഷ്ട്ര മുൻ ഗവർണർ K ശങ്കരനാരായണനായിരുന്നു പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രസ് ക്ലബും MV അസോസിയേറ്റ്സും ചേർന്നൊരുക്കുന്ന പ്രദർശനം ജൂൺ 3 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വീഴ്ചയിലും തളരാതെ തന്റെ ജീവിത ദുരന്തത്തെ ക്യാൻവാസിൽ പകർത്തി കൊയിലാണ്ടി സ്വദേശി ബാബു. ചിത്രരചനയുടെ ബാലപാഠങ്ങളൊന്നും വശമില്ലാതെയും വർണ്ണപ്പകിട്ടേറിയ ചിത്രങ്ങൾ അതിജീവനത്തിനായി മെനയുകയാണ് ഈ കലാകാരൻ. വീഴ്ചയിൽ നട്ടെല്ല് തകർന്ന് 12 വർഷമായി വീൽചെയറുമായി കഴിയുന്ന കൊയിലാണ്ടി നടുവത്തൂർ കാഞ്ഞിരോട്ട് ബാബു വരയ്ക്കുന്ന വർണ്ണമനോഹരമായ ചിത്രങ്ങൾ അതിജീവനത്തിനായി കൂടിയാണ്. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ വീൽചെയറിൽ ഒതുങ്ങി ബാബു വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ആരുടെയും മനസ്സിനെയും ആകർഷിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമാണ്. ചിത്രരചനയുടെ ബാലപാഠങ്ങളൊന്നും വശമില്ലാത്ത ബാബു ഒരു ബന്ധുവിന്റെ പ്രേരണയിലാണ് ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. അതിനുശേഷമാണ് ഇനിയിപ്പം വേറെ ചികിത്സയൊന്നുമില്ല, ഇനി എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാന്നൊക്കെ ഉള്ളൊരു രീതിയിൽ നിൽക്കുന്നവരാണ്. ഏട്ടൻ്റെ മോള് എന്നോട് പറഞ്ഞു ഇങ്ങനെ പാപ്പനിങ്ങനെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഇത് തുടങ്ങിയോ, വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യുക. അവൾ പാലിയേറ്റീവ് ആയിട്ടെല്ലാം വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ അവളൊരു ദിവസം ഒന്ന് കൊണ്ടുതന്ന് അത് ചെയ്ത് അതിന് ശേഷം എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നി. കാരണം ഇപ്പോൾ ഭയങ്കര വേദനയാണ്. ആ വേദനയിലൊക്കെ ഒരു ചെറിയൊരു മാറ്റം ആ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് അനുഭവപ്പെട്ടു. അങ്ങനെ കുറേ ചെയ്ത് അത് വീട്ടിൽ നിന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം കൊയിലാണ്ടി കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് കൊണ്ടുവരും.
നട്ടെല്ല് തകർന്ന വേദന മറക്കാൻ ചിത്രരചന ബാബുവിനെ ഒരു പരിധിയിലേറെ സഹായിച്ചു. കലാ ആസ്വാദകരുടെ പിന്തുണയേറിയ അഭിപ്രായങ്ങൾ ചിത്രരചനയെ തന്റെ അതിജീവനത്തിന്റെ മാർഗമാക്കാൻ ബാബുവിനെ തിരിച്ചറിയിപ്പിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ബാബുവിന് അപകടം ഉണ്ടായത് 12 വർഷം മുമ്പാണ്. കെട്ടിടത്തിന്റെ ചുമര് കെട്ടുന്നതിനിടയിലായിരുന്നു നട്ടെല്ല് തകർത്ത വീഴ്ച. മെഡിക്കൽ കോളേജിലും കോയമ്പത്തൂരിലും ചികിത്സ നടത്തിയെങ്കിലും പാതി തളർന്ന ശരീരം നേരെയായില്ല. ജീവിതം വഴിമുട്ടിയ ബാബുവിനു മുന്നിൽ ഭാര്യ പ്രീതയും മക്കളായ റിനിലും കാർത്തിക്കും നിസ്സഹായരായി. കുടുംബത്തിന്റെ ജീവിതം വീഴ്ചയ്ക്ക് ശേഷം മുന്നോട്ടു നീങ്ങിയത് നാട്ടുകാരുടെ പൂർണ്ണ സഹായത്തോടെയായിരുന്നു. മകൻ റിനിന് എയർഫോഴ്സിൽ ജോലി കിട്ടിയതോടെ ബാബുവിന്റെ പ്രതീക്ഷ പൂവണിഞ്ഞു. ചികിത്സ തുടരുന്നുണ്ടെങ്കിലും നട്ടെല്ലിനുള്ളിൽ നിന്നുള്ള കഠിനമായ വേദന സഹിക്കാവുന്നതിലപ്പുറമാണ്. എങ്കിലും ബാബു തന്റെ കുടുംബം പുലർത്താനായി ചിത്രരചനയ്ക്ക് പുറമെ സോപ്പുപൊടി നിർമ്മാണവും ആരംഭിച്ചു. ബാബുവിനെ കാണാനും ആശ്വസിപ്പിക്കാനും എത്തുന്നവരാണ് ചിത്രങ്ങളിൽ അധികവും വാങ്ങുന്നത്. സോപ്പുപൊടി നിർമ്മിച്ച് സമീപ വീടുകളിൽ നൽകിയും ബാബുവും ഭാര്യ പ്രീതിയും ചെറിയ വരുമാനമുണ്ടാക്കി. പാലിയേറ്റീവ് ക്യാമ്പിൽ നിന്നാണ് സോപ്പുപൊടി നിർമ്മാണം വശത്താക്കിയത്. കുട നിർമ്മാണം കൂടി പഠിച്ചാൽ ആ ജോലിയും ചെയ്യാമെന്ന് ബാബു പറയുന്നു. ഇനിയിപ്പോൾ എന്ത് കുടയുണ്ടാക്കുന്ന എല്ലാം പഠിക്കാനുള്ള താല്പര്യമുണ്ട്. എന്തെങ്കിലും ജോലി ചെയ്യാന്നുള്ളൊരു ആ രീതിയിലാണ് ഇനിയുള്ളത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രക്കുളം ശുചീകരണം തുടങ്ങി. 15 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ക്ഷേത്രക്കുളം ശുചീകരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശുചീകരിക്കുന്നത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ വിതരണം നടത്താൻ കൂടിയാണ്. ക്ഷേത്രക്കുള ശുചീകരണം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് നടക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ ശ്രീകണ്ഠേശ്വര ക്ഷേത്രക്കുളം ശുചീകരണം തുടങ്ങി. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ വിതരണം നടത്താൻ കൂടിയാണ് ഇപ്പോൾ ശുചീകരണം നടത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് രാജേന്ദ്ര നഴ്സിംഗ് ഹോം ഉടമകൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ച കുളം 15 വർഷം മുമ്പാണ് ശുചീകരിച്ചത്. കുളത്തിലെ വെള്ളം വറ്റിച്ച് ചളിവാരി വൃത്തിയാക്കുന്ന പ്രവൃത്തിയാണ് ഞായറാഴ്ച ഉച്ച മുതൽ ആരംഭിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടോടെ വെള്ളം പൂർണ്ണമായി വറ്റിക്കാൻ കഴിഞ്ഞു. 6-4-3 ഇഞ്ച് വ്യാസമുള്ള 5 മോട്ടോർ പമ്പ് സെറ്റുകൾ വെച്ചാണ് വെള്ളം വറ്റിച്ചത്. 9ഓളം തൊഴിലാളികളാണ് ചളിനീക്കൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്. മണ്ഡലകാലത്ത് ക്ഷേത്രത്തിലെത്തുന്ന സ്വാമിമാർക്ക് കുളിക്കാനും ശുചീകരിച്ച കുളം ഉപകരിക്കും. 50 അടി വീതിയും നീളവുമുള്ള കുളത്തിൽ 2 ആൾ പൊക്കത്തിൽ വെള്ളമുണ്ടായിരിക്കും. ശുചീകരണ പ്രവൃത്തിക്ക് സെക്രട്ടറി ഇ അനിരുദ്ധൻ, കൺവീനർ തറമ്മൽ പ്രസന്നകുമാർ, സുന്ദർദാസ്, തറമ്മൽ പ്രക്ഷോഭ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിന് ജലസാക്ഷരത ആവശ്യമാണെന്നും എല്ലാ നദികളെയും കോർത്തിണക്കുന്ന നദീ സംയോജന പദ്ധതിയാണ് നമുക്ക് ആവശ്യമെന്നും പരിസ്ഥിതി പ്രവർത്തകൻ എ അച്യുതൻ. മലയാള സർവകലാശാല പ്രസിദ്ധീകരിച്ച NV കൃഷ്ണവാര്യരുടെ പരിസ്ഥിതി ചിന്തകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാള സർവകലാശാല പ്രസിദ്ധീകരിച്ച NV കൃഷ്ണവാര്യരുടെ പരിസ്ഥിതി ചിന്തകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ എ അച്യുതൻ NV കൃഷ്ണവാര്യരുടെ മകൾ ഡോക്ടർ പാർവതിക്ക് കൈമാറിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. കേരളത്തിന് ജലസാക്ഷരത ആവശ്യമാണെന്നും എല്ലാ നദികളെയും കോർത്തിണക്കുന്ന നദീ സംയോജന പദ്ധതിയാണ് നമുക്ക് ആവശ്യമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ സാഹിത്യവും സയൻസും കൂട്ടിക്കൊടുക്കുക. സാഹിത്യം വായിക്കുന്നവർക്ക് സയൻസും ചെറിയ ഡോസായിട്ട് കൊടുത്ത് അവരെ അതിൽ പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു വലിയ മാറ്റമാണ്. ഞാനൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ കാരണം. കേരളത്തിന് ജലസാക്ഷരത ആവശ്യമാണെന്നും എല്ലാ നദികളെയും കോർത്തിണക്കുന്ന നദീ സംയോജന പദ്ധതിയാണ് ആവശ്യമെന്നും ഡോക്ടർ എ അച്യുതൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നദികളെ തകർക്കാൻ ഗവേഷണം നടത്തുകയാണ് നമ്മുടെ എഞ്ചിനീയർമാരെന്നും ചെക്ക് ഡാമുകൾ പണിത് അവർ നദികളെ കുളങ്ങളാക്കി മാറ്റുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ജയകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജി മധുസൂദനൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഡോക്ടർ KM ഭരതൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും.
നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. കേരള NGO അസോസിയേഷൻ സിറ്റി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകി. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പ്രേമവല്ലി ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ സിറ്റി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നീണ്ട വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC രാജീവനും മറ്റു പ്രവർത്തകർക്കും യാത്രയയപ്പ് നൽകി. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം കേരള NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പ്രേമവല്ലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിരമിക്കുന്നവർക്കായി ഉപഹാര സമർപ്പണവും നടത്തി. KC രാജീവന് പുറമെ സർവീസിൽ നിന്നും വിരമിക്കുന്ന അരവിന്ദാക്ഷൻ CM, സുബൈദ AM, പവിത്രൻ K, മുകുന്ദൻ KC, സായി പ്രസാദ് PK, ശിരോമണി KP, സുരേഷ് ബാബു V, പ്രമിത കുമാരി T, യാസ്മിൻ K, രാജൻ KS തുടങ്ങിയവർക്കുമാണ് യാത്രയയപ്പ് നൽകിയത്. തുടർന്ന് KC രാജീവൻ മറുപടി പ്രസംഗം നടത്തി. ബ്രാഞ്ച് പ്രസിഡന്റ് രഞ്ജിത്ത് ചേമ്പാല അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് MA ഖാദർ, ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M പ്രകാശൻ, ബ്രാഞ്ച് സെക്രട്ടറി സുനിൽകുമാർ പൈമ്പ്ര തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള വനം വന്യജീവി വകുപ്പ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ചാലിയാർ ദോഹ എന്ന പ്രവാസി സംഘടനയും കേരള വനം പരിസ്ഥിതി വന്യജീവി വകുപ്പും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വനവൽക്കരണ പ്രചാരണാർത്ഥം വൃക്ഷത്തൈകൾ നട്ടു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കക്കോറയിൽ അറപ്പുഴ പാലത്തിന് സമീപമുള്ള സ്ഥലത്താണ് വിവിധ ഇനത്തിലുള്ള വൃക്ഷത്തൈകൾ നട്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K തങ്കമണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA റഹീം MLA വൃക്ഷത്തൈ നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ സീനിയർ സിറ്റിസൺസിനും ഇതുപോലുള്ള ചെറിയ സ്ഥലങ്ങളിൽ വെറുതെ പുഴ ഓരങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം, നമുക്ക് അതിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. കോഴിക്കോട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉദയകുമാർ, വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല പാറക്കണ്ടത്തിൽ, സഞ്ചാരി ഫേസ്ബുക്ക് കൂട്ടായ്മ പ്രവർത്തകർ, ഫ്രണ്ട്സ് ഓഫ് നാച്ചർ പ്രവർത്തകർ, കേരള നദീ സംരക്ഷണ സമിതി പ്രവർത്തകർ കൂടാതെ കുടുംബശ്രീ പ്രവർത്തകരും വൃക്ഷത്തൈ നടുന്ന ചടങ്ങിന്റെ ഭാഗമായി. 10,000-ഓളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. കൊടും വേനലിനൊടുവിൽ കേരളത്തിൽ വേനൽ മഴ ലഭിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സംസ്ഥാനത്തിന്റെ മുഴുവൻ ജില്ലകളിലും കനത്ത മഴയാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ അനുഭവപ്പെട്ടു. കൊടും വേനലിനൊടുവിൽ കേരളത്തിൽ വേനൽ മഴ ലഭിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സംസ്ഥാനത്തിൽ മുഴുവൻ ജില്ലകളിലും കനത്ത മഴയാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലും ശക്തമായ മഴയാണ് ലഭിച്ചത്. ഏപ്രിൽ മെയ് മാസങ്ങളുടെ വരവ് കേരളത്തെ വരണ്ടുണക്കിക്കൊണ്ടായിരുന്നു. നീണ്ട വേനൽക്കാലത്തിനു ശേഷം മെയ് മാസത്തിലെ അവസാന വാരത്തോടുകൂടി കേരളത്തിൽ വേനൽ മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നു. മഴയുടെ ആരംഭത്തോടെയാണ് കേരളത്തെ 3 ദിവസങ്ങളിലായി കണ്ടുവരുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 544 മില്ലിമീറ്റർ മഴയോളം പത്തനംതിട്ട ജില്ലയിൽ ഈ വേനൽക്കാലത്ത് ലഭിച്ചു. ഏറ്റവും കുറവ് മഴ ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലായിരുന്നു. ആകെ 53.2 മില്ലിമീറ്റർ മഴയാണ് കാസർഗോഡ് ലഭ്യമായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ കനത്തു തുടങ്ങി. കഴിഞ്ഞ 3 മാസത്തിൽ നമുക്ക് ലഭിച്ച മഴയുടെ തോതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മാത്രമല്ല വളരെ കൂടുതലുമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വേഴാമ്പലുകളെ പോലെ ഈ വേനൽമഴയുടെ ലഭ്യതയിൽ സന്തോഷത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പാഠപുസ്തക വിതരണം നടത്തി. ട്രഷറർ അരവിന്ദാക്ഷൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം ബാലസമാജത്തിന്റെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു.
കഴിഞ്ഞ 15 വർഷത്തിലേറെയായി ബേപ്പൂർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകങ്ങൾ നൽകി വരുന്നുണ്ട്. കരയോഗത്തിന്റെ കീഴിലുള്ള 100ഓളം കുടുംബങ്ങളിലെ അംഗങ്ങളുടെ മക്കൾക്കാണ് പുസ്തകം വിതരണം ചെയ്യുന്നത്. LKG മുതൽ +2 ക്ലാസ് വരെയുള്ള 65 കുട്ടികൾക്ക് ഇത്തവണയും പുസ്തകങ്ങൾ നൽകി. കരയോഗത്തിൽ ട്രഷറർ കെ അരവിന്ദാക്ഷൻ നായർ പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായിരുന്നു. ഇതോടൊപ്പം ബാലസമാജത്തിന്റെ തെരഞ്ഞെടുപ്പും നടന്നു. വനിതാ സമാജം ഭാരവാഹികളായ ഗിരിജ AK സുമ, AK ഭാനുമതി, PK സത്യഭാമ, AK രുക്മിണി എന്നിവർ സന്നിഹിതരായിരുന്നു. എക്സിക്യൂട്ടീവ് മെമ്പർമാരായ വേണുഗോപാലൻ TP, P നാരായണൻ നായർ, AK ശ്രീധരൻ, T വിജയൻ നായർ, AK വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. T പ്രജിത്ത്, AK ഗിരിജ, V സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏകനായി പോകുന്ന തനിക്ക് പിന്നാലെ നിയമസഭയിൽ കൂടുതൽ പേരെത്തുമെന്ന് O രാജഗോപാൽ. നിയുക്ത MLA O രാജഗോപാലിന് കോഴിക്കോട്ട് ഉജ്ജ്വല സ്വീകരണം. മധ്യവേനൽ അവധി കഴിഞ്ഞു. വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക്. പ്രവേശനോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളോടുള്ള ശത്രുത സർക്കാർ അവസാനിപ്പിക്കണമെന്ന് KPSA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.